നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. പക്ഷേ അവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടായി. മണിപ്പൂരിലാണ് സംഭവം. മണിപ്പൂരിൽ ഉഗ്ര ജില്ലയിലെ ഫുങ്യാർ മണ്ഡലത്തിൽ നിന്ന് 43 പേരാണ് BJP വിട്ടത്. മണ്ഡലം പ്രസിഡന്റ്, മഹിളാ, യുവ, കിസാൻ മോർച്ചകളുടെ തലവന്മാർ, ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവരടക്കമാണ് രാജിവെച്ചത്. നാഗാ സമുദായക്കാർക്ക് ആധിപത്യമുള്ള മേഖലയാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെയായിരുന്നു ഈ സംഭവവും. പാർട്ടിക്കുള്ളിലെ നിലവിലുള്ള അവസ്ഥയിൽ ആശങ്കാകുലരാണെന്നും താഴെത്തട്ടിലുള്ള നേതാക്കളെ വേണ്ടത്ര വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നും രാജിക്കത്തിൽ പറയുന്നുണ്ട്. ശനിയാഴ്ച മിസോറാമിലെ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെത്തണമെന്നാണ് സൂചന. അദ്ദേഹം എത്താനിരിക്കെയായിരുന്നു ഇത്രയും വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിച്ചിരിക്കുന്നത്. ചുരാചത്പൂരിലും ഇംഫാലിലും കലാപാതിത പ്രദേശങ്ങളിലെ ജനങ്ങളെ കാണണമെന്നും പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ 6 സംഘടനകൾ ആഹ്വാനം ചെയ്തു. ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരിക്കണമെന്നതിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച ഇംഫാലിലും ചുരാചത്പൂരിലും നടക്കുന്ന ചടങ്ങുകളിലാണ് മോദി പങ്കെടുക്കുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തി. അതിനിടെ മണിപ്പൂരിൽ ദേശീയപാത 2 തുറക്കാൻ തീരുമാനം ആയിട്ടുണ്ട്. ഇതിൽ സർക്കാരും കുംകി സംഘടനകളും തമ്മിൽ ധാരണയായി. ഉപരോധങ്ങൾ അവസാനിപ്പിക്കാനും തീരുമാനമായി. മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഇത്. 2023 മെയ്യിൽ മണിപ്പൂരിൽ വംശീയ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. മോദി ആദ്യം മിസോറാമാണ് സന്ദർശിക്കുന്നത്. ശേഷമായിരിക്കും മണിപ്പൂരിലേക്ക് എത്തുക. ഇനി മണിപ്പൂരിൽ എത്തുമോ ഇല്ലയോ എന്നുകൂടി അറിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ മണിപ്പൂരിൽ സംഭവിക്കുമ്പോൾ കൃത്യമായി മോദിയുടെ ഇടപെടൽ ഉണ്ടാകാനാണ് വളരെ സാധ്യത. എന്തായാലും പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പരിഹാസ പാത്രമായി മോദി മാറുകയാണ്. എന്തായാലും കൃത്യമായ ഇടപെടൽ മോദിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.